എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് കല്യാണി എന്നുള്ള 4 വയസ്സുകാരി പെൺകുട്ടി അമ്മയാൽ പുഴയിലേക്ക് എറിഞ്ഞ് മരണപ്പെട്ടു. പിന്നീടുള്ള ഇൻവെസ്റ്റിഗേഷനിലാണ് അറിയുന്നത് സ്വന്തം പിതാവിൻ്റെ സഹോദരനാൽ കഴിഞ്ഞ 1.5 വർഷമായി ആ കുട്ടി പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് ഈ കേസിൻ്റെ അനാലിസിസോ കാര്യങ്ങളൊന്നുമല്ല, പക്ഷേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ചൈൽഡ് സേഫ്റ്റി ഇൻ ടേംസ് ഓഫ് സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും സാഹചര്യത്തിൽ സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ട വ്യക്തി ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇത്തരത്തിലുള്ള ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുക. കാരണം ഇത് ചിലപ്പോൾ നിങ്ങളെ ട്രിഗർ ചെയ്യുവാനോ അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ വീണ്ടും ഓർത്ത് നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കാനോ സാധ്യത ഉണ്ടാവാം. അതുകൊണ്ടാണ് തുടക്കം തന്നെ ഞാൻ ഈ ഒരു ചെറിയ ഡിസ്ക്ലെയിമർ നിങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ന്യൂസിനെ ആസ്പദമാക്കി ചിന്തിച്ചപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൽ നിന്നാണ് ഈ ഒരു ടോപ്പിക്ക് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ആസ് എ പേരൻറ്റ്, ഒരു മാതാപിതാക്കൾ എന്നുള്ള രീതിയിൽ ഈ ഒരു ടോപ്പിക്കിൽ, ഈ ഒരു കാലഘട്ടത്തിൽ പാരൻസിനുള്ള ഉത്തരവാദിത്വം വളരെ വളരെ വലുതാണ്. അത് ടീച്ചേഴ്സിനേക്കാളും മറ്റേതൊരു റോളിനേക്കാളും പാരൻസിനാണ് ഏറ്റവും കൂടുതൽ റോളുള്ളത്. അപ്പോൾ ഇത് വളരെ പരന്ന വിശാലമായൊരു ടോപ്പിക്കാണ്, ഒരുപാട് ലേയേഴ്സ് ഉള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ള ചില കാര്യങ്ങളിൽ നിന്ന് അടിസ്ഥാനപരമായി ഏറ്റവും 3 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്ത് പറയുന്നത്. 3 or 4 കാര്യങ്ങൾ മാത്രമാണ് ഞാനിവിടെ ഫോക്കസ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഈ പാരൻസിന് കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ബോധവാന്മാരാണ്. ഇപ്പോൾ പണ്ടത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവുമില്ല, എന്താണ് ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് ബോധ്യമുണ്ട്, അതായത് കുട്ടികൾക്ക് നോളജ് കൊടുക്കണം. പക്ഷേ അത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, കറക്റ്റായിട്ട് കൊടുക്കുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അപ്ഗ്രഡേഷൻസ് എങ്ങനെയാണ്, ഇതൊന്നും ഇപ്പോഴത്തെ പാരൻസിന് അറിയില്ല. ഞാൻ പറഞ്ഞു തന്ന ഉദാഹരണത്തിൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ തന്നെ എനിക്ക് ഈ കാര്യത്തിൽ ഒരു അവയർനെസ് തരാനുള്ളത് ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ സാധാരണ പാരൻസ് വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞു കൊടുക്കാം, വേറെ പ്രശ്നമൊന്നുമില്ല, കഴിഞ്ഞു, സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലുള്ള എൻ്റെ കുഞ്ഞിൻ്റെ പ്രൊട്ടക്ഷൻ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നവരുണ്ട്. ഇപ്പോൾ ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതിലത്തെ ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ചിൽ എന്താ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്? അതായത് ഒരു കുഞ്ഞിന് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ പ്രൈവറ്റ് പാർട്സിൽ ആരും സ്പർശിക്കാൻ പാടില്ല. അങ്ങനെ ആരെങ്കിലും, അതായത് ചെസ്റ്റ് ഏരിയ, നമ്മുടെ ഗ്രോയിൻ റീജിയൻ, ഇതെല്ലാം നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഏരിയാസാണ്, അവിടെ ആരും തൊടാൻ പാടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മളാരും കിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ അത് ബാഡ് ടച്ച്. അതല്ലാത്ത സ്ഥലത്ത് തൊട്ട് കഴിഞ്ഞാൽ ഗുഡ് ടച്ച് അല്ലേ? യൂഷ്വലി ഇങ്ങനെയാണ് ഒരു ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച് നമ്മൾ സ്കൂളുകളിലായാലും പാരൻസ് ആയാലും പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ 2 പ്രശ്നങ്ങളാണുള്ളത്. ആദ്യത്തെ പ്രശ്നം ഞാൻ പറയാം. ഇപ്പോൾ ഇമാജിൻ ചെയ്യൂ, എന്നെ ഒരാൾക്ക് ഇങ്ങനെ വിളിക്കാം അല്ലേ, ഇങ്ങനെ പിന്നിൽ നിന്ന്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യും, ഓക്കെ എന്നെ ആരോ വിളിക്കുന്നുണ്ട് അല്ലെങ്കിൽ തോണ്ടുന്നുണ്ട്, എനിക്കൊന്ന് തിരിഞ്ഞ് റെസ്പോണ്ട് ചെയ്യാനായിട്ട് തോന്നും. അതേപോലെ തന്നെ എന്നെ ഒരാൾക്ക് പതുക്കെ ഇങ്ങനെ സ്പർശിക്കാം അല്ലേ. അപ്പോൾ ഇങ്ങനെ സ്പർശിക്കുന്നത് എനിക്ക് ഡീപ്പ് ഇൻസൈഡ് മീ ഐ ക്യാൻ ഫീൽ ദാറ്റ് ഇതെന്നെ വിളിക്കുന്നതല്ല, റൈറ്റ്, ഇതെന്തോ സംതിങ് ഇസ് റോങ് എന്നുള്ളത് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇതെൻ്റെ പ്രൈവറ്റ് പാർട്ടാണോ? അല്ല, റൈറ്റ്. പറഞ്ഞു വരുന്നത് നമ്മളെ ഒരു വ്യക്തി സ്പർശിക്കുന്ന ഇൻറ്റൻഷനാണ് പ്രധാനം. ഇറ്റ് ഈസ് നോട്ട് ദ പ്ലേസ്. ചില ആൾക്കാർക്ക് ഒരു വ്യക്തിയുടെ വിരൽ പോലും വളരെ സെക്ഷലി എക്സൈറ്റിംഗ് ആയിരിക്കും, മനസ്സിലായോ? സോ ബിയോണ്ട് ദ ബോഡി പാർട്ട് ഇറ്റ് ഈസ് എ ഇൻറ്റൻഷൻ ദാറ്റ് മാറ്റേഴ്സ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമ്മളൊരു ഹോൾ ബോഡി, ആ ഒരു ടോട്ടാലിറ്റി വേണം കുട്ടികളെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട്. അല്ലാതെ പ്രൈവറ്റ് പാർട്ട്, ബ്രസ്റ്റിൻ്റെ റീജിയൻ, പീനസിൻ്റെ റീജിയൻ, വെജൈനയുടെ റീജിയൻ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ഹോൾ ബോഡി നമ്മുടെ ഓട്ടോണമിയാണ്, നമ്മുടെ അധികാരമാണ്, അത് നമ്മുടെ ഏരിയയാണ്, നമ്മുടെ ടെറിറ്ററിയാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അവിടെ ആര് കടന്നു വരുന്നു, ആര് എൻക്രോച്ച് ചെയ്യുന്നു, എൻ്റെ സമ്മതമില്ലാതെ, എൻ്റെ ഇഷ്ടമില്ലാതെ ആര് സ്പർശിക്കുന്നു എന്നുള്ള അവബോധമാണ് നമ്മൾ കുട്ടികൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്.
അപ്പോൾ അതിൻ്റെ പേരാണ് സേഫ് ആൻഡ് അൺസേഫ് ടച്ച്. ഈ ഗുഡ് ആൻഡ് ബാഡ് ടച്ച് എന്നൊക്കെ ഒരുപാട് സെക്സ് എഡ്യൂക്കേഷൻ പുരോഗമിച്ച് കഴിഞ്ഞു. ഇപ്പോഴും ഒരുപാട് പേര് ഇപ്പോഴും ആ ഗുഡ് ടച്ച് ബാഡ് ടച്ച് പറഞ്ഞ് പഠിപ്പിച്ച് അതോടുകൂടി കഴിഞ്ഞു എന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. So upgrade your kids, your children and teach them about a safe and unsafe touch. ഇപ്പോൾ പല പാരൻസും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ചെറിയ കുട്ടികൾക്ക് ഇതൊക്കെ അറിയോ, അവർക്ക് ഇങ്ങനെയൊന്നും തൊട്ടാലും ആ ഫീലിങ്സ് അറിയോ എന്നുള്ളത്. നമ്മുടെ ബോഡിക്ക് ഒരു പവർ ഉണ്ട്, ജസ്റ്റ് ലൈക്ക് ദ മൈൻഡ് ഓർ ദ ബ്രെയിൻ. നമ്മുടെ ബോഡി കാര്യങ്ങൾ ഓർമ്മ വയ്ക്കും. ഇറ്റ് ഇസ് കോൾഡ് സൊമാറ്റിക് മെമ്മറി. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഇത് എന്താ നടക്കണേ എന്നുള്ളത് ഒരു പക്ഷേ അവർക്ക് അറിയുന്നുണ്ടാവില്ല. ദേ കനോട്ട് ഫിഗർ ഔട്ട് ദാറ്റ് ഓക്കെ സംബഡി ഈസ് ട്രൈങ് ടു മൊലസ്റ്റ് മീ. അതൊന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ബട്ട് ദേ ക്യാൻ റിയലി നോ ദാറ്റ് സംതിങ് അൺപ്ലസൻറ്റ് ഇസ് ദെയർ. ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കഴിക്കുന്ന പോലെ അവർക്കറിയാൻ പറ്റും എന്തോ അൺപ്ലസൻ്റ് ആയിട്ടുള്ളത് നടക്കുന്നുണ്ട് എന്നുള്ളത്. അത്രയും മതി നമുക്ക് ആ കുട്ടിക്ക് സേഫ് ടച്ച് എന്താണ്, അൺസേഫ് ടച്ച് എന്താണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. ഇതിലൂടെ കുട്ടിക്ക് തൻ്റെ ശരീരത്തെക്കുറിച്ചുള്ള ഒരു അവെയർനെസ്, ഒരു അവബോധം, ബോഡി ബൗണ്ടറി ലിമിറ്റ്സ്, അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതൊരു ഹോൾ ബോഡി നമ്മുടെ ഒരു സിസ്റ്റമാണ് എന്നുള്ള ആ ഒരു വലിയൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് എനിക്ക് ആദ്യം പേരൻസിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ബാക്കി ആരാണെങ്കിലും എനിക്ക് പറയാനുള്ളത്, ദാറ്റ് upgrade your knowledge from good and bad touch to safe and unsafe touch. പോയിന്റ് നമ്പർ 1. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് കിടക്കാം. ഈ കഴിഞ്ഞ ദിവസം, അതായത് പലപ്പോഴും കുട്ടികളിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യമാണ് ആരും തന്നെ തൊടാൻ പാടില്ല. ഇനി ആരെങ്കിലും അത് മറികടന്ന് നമ്മുടെ ബോഡീനെ സ്പർശിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു ഭാഗം പലപ്പോഴും നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല. പലരും പറയും അവിടെ നിന്ന് ഓടിപ്പോരണം എന്നുള്ളത്. പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് സ്ട്രിക്റ്റായിട്ട് ഒരു നോ പറയിപ്പിക്കലാണ്. അത് കുട്ടിക്ക് പറഞ്ഞു കൊടുക്കണം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി കണ്ണി നോക്കി നോ പറയാം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നോ പറയുന്നില്ലെങ്കിൽ ഉടനെ, എന്നിട്ടും നിർത്തുന്നില്ലെങ്കിൽ ഉടനെ ആ ഭാഗത്തുനിന്ന് നമ്മളെ തന്നെ റിമൂവ് ചെയ്യുക. ടു റൺ അവേ, ഡോണ്ട് സ്റ്റാൻഡ് ദെയർ, ജസ്റ്റ് ഗോ, ജസ്റ്റ് റൺ അവേ എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇതിലുള്ള പ്രശ്നം എന്താണെന്നറിയോ? പല പാരൻസും ചെയ്യുന്നൊരു കാര്യം, ഈ അടുത്ത് ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിന് പോയപ്പോൾ നടന്നൊരു സംഭവം ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. അതായത് എന്തൊരു ഫുഡ് ഓഫർ ചെയ്തപ്പോൾ കുട്ടി പറഞ്ഞു എനിക്ക് ആ ഭക്ഷണം വേണ്ട എന്നുള്ളത്. ഉടനെ അമ്മ പറഞ്ഞൊരു കാര്യമാണ്, ഞാൻ പറഞ്ഞിട്ടില്ലേ ഭക്ഷണത്തിന് നോ പറയരുതെന്ന്, ഞാൻ പറഞ്ഞിട്ടില്ലേ അത് കഴിച്ചേ പറ്റൂ എന്നുള്ളത്. ഇതിലുള്ളൊരു പ്രശ്നം ഞാൻ പറയാം. ഇത് നിങ്ങൾക്ക് പല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കും. ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു വലിയൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിങ്ങൾ ചിന്തിച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഫേമായിട്ട് നോ പറയുക എന്നുള്ളത്. ഈ നോ പറയുക എന്നുള്ളതിന് ഒരു ഓപ്പോസിറ്റ് ആക്ഷനും കൂടി ഉണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ അടുത്ത് നോ പറയാൻ പറയും. പക്ഷേ ആ നോ നമ്മൾ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഗ്രാജ്വലി കുട്ടിക്ക് നോ പറയാനുള്ള ആ ഒരു ഫ്രീഡം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ നോ പറയാനുള്ള സ്ട്രെങ്ത്, ആ ഒരു കോൺഫിഡൻസ് കിട്ടുക എപ്പോഴാണെന്നറിയോ? വീട്ടിൽ നിന്ന് തന്നെയാണ്. എങ്ങനെയാണ് കിട്ടാമെന്നറിയോ? ഏറ്റവും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന്. ആസ് ബേസിക് ആസ് ഒരു ഫുഡ് ഐറ്റം എനിക്ക് വേണ്ട എന്ന് പറയുന്നത് അവൻ്റെ സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അവനെ നോ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിധം ഇതാണ്. ശരിയാണ്, എല്ലാ ഭക്ഷണങ്ങളും കുട്ടികൾ കഴിക്കേണ്ടതുണ്ട്, അതെല്ലാം ശരി തന്നെ. പക്ഷേ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം അവൻ വേണ്ട എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ, എന്നാൽ വേണ്ട. സോ അവൻ അല്ലെങ്കിൽ അവൾ, ആ ഒരു കുട്ടിക്ക് ആ ഒരു ചിന്ത വരാണ്, ഓക്കെ എൻ്റെ നോ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. സോ അവൻ ആ ഒരു പവർ കിട്ടും. ഓക്കെ, ദിസ് ഈസ് എ പവർ ഓഫ് നോ എന്നുള്ളത് ആ കുട്ടിക്ക് നമ്മൾ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ആ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, മോന് ആ ഭക്ഷണം ഇഷ്ടമല്ലെങ്കിൽ മോൻ കഴിക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല, നോ പറയേണ്ടടുത്ത് നോ തന്നെ പറഞ്ഞോളൂ. നിങ്ങളൊന്ന് ആലോചിക്കണം, ഈ ഒരു പ്രായത്തിൽ കുഞ്ഞു കുട്ടികൾക്ക് നോ പറയാൻ പറ്റുക ഒരു ടോയിനോടായിരിക്കും. എനിക്ക് ആ ടോയ് വേണ്ട, എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, എനിക്ക് ഈ കളർ വേണ്ട, എനിക്ക് ഈ ഭക്ഷണം വേണ്ട. അല്ലാതെ അവർ വലിയ വലിയ കാര്യങ്ങൾക്ക് നോ പറയേണ്ട ആവശ്യമുണ്ടോ ഈ പ്രായത്തിൽ? ഇല്ല. അപ്പോൾ അവരുടെ ഈ കുഞ്ഞു കുഞ്ഞു ഇഷ്ടങ്ങളിലും അനിഷ്ടങ്ങളിലും അവരുടെ നോയും യെസ്സും നമ്മൾ എംഫസൈസ് ചെയ്ത് കൊടുക്കുമ്പോഴാണ് ഓരോ കാലഘട്ടം കഴിയുമ്പോഴും ഏത് കാര്യത്തിനോടാണോ നോ പറയേണ്ടത് എന്നുള്ള വ്യക്തമായ ധാരണ അവരിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ബോഡി ബൗണ്ടറീസിൽ വീട്ടിൽ ഇതുപോലെ നോ എംഫസൈസ് ചെയ്ത് അതിനെ എൻകറേജ് ചെയ്ത് പഠിപ്പിച്ചിട്ടുള്ള ഒരു പാരൻസിൻ്റെ കുട്ടിയാണെങ്കിൽ പുറത്ത് ആരെങ്കിലും അവനെ തെറ്റായ രീതിയിൽ സ്പർശിക്കുകയാണെങ്കിൽ അവന് കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കാനെങ്കിലും പറ്റും. ഇത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അത് ശ്രമിക്കാനെങ്കിലും സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മക്കളുടെ നോ എപ്പോഴും നിങ്ങൾ ഒരു സ്വീകാര്യതയെ സ്വീകരിച്ചുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ അത് വളരെ വലുതാണ്. ഇതാണ് ഒരു രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനായിട്ടുള്ളത്. മൂന്നാമത്തെ ഒരു കാര്യം,
പല പേരൻസും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, സെക്സ് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടാത്ത കാര്യങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളത്. അത് കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിയണ്ട, ചിന്തിക്കണ്ട, പറയണ്ട, അത് പബ്ലിക്കായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യരുത് എന്നൊക്കെയുള്ളത്. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കണം. പണ്ടത്തെ തലമുറയാണെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും അറിയാനും ഡിസ്കസ് ചെയ്യാനും പഠിക്കാനും ഒന്നുള്ള സോഴ്സസ് ഇല്ല. നമ്മളൊരു കാര്യം ചർച്ച ചെയ്യാതിരുന്നാൽ അതവിടെ നിന്നു. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണെന്ന്? നമ്മൾ സംസാരിച്ചില്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്ക് ഇതെന്താ ഏതാന്ന് അറിയാനും ചിന്തിക്കാനും സംസാരിക്കാനും കാണാനും ഒക്കെയുള്ള ആക്സസ് ഉണ്ട്. ഇൻ്റർനെറ്റ് ആയാലും ഫ്രണ്ട്സ് ആയാലും അവരുടെ ഒരു സർക്കിൾ, പിയർ ഗ്രൂപ്പ്, മാഗസിൻസ് എല്ലാം, പോൺ ഫിലിംസ് വരെ ഈസി ആയിട്ടൊന്ന് പിള്ളേർക്ക് കാണാനുള്ള അത്ര ആക്സസ് ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വേണം അവരുടെ റൈറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ട വ്യക്തികൾ. നമ്മൾ റൈറ്റ് ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അവർ വേറെ പലരുടെ അടുത്തുനിന്നും ഇൻഫർമേഷൻ വാങ്ങിക്കും. ഈ പലരെന്ന് പറയുന്നതിൽ ആരുണ്ട്? സെക്ഷൽ പെർപെട്രേറ്റേഴ്സും ഉണ്ട്. അവർ പറയും, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, നീ വായോ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം, ഇതാണ് സംഗതി, അതാണ് സംഗതി എന്ന് പറഞ്ഞ്. പലപ്പോഴും കുട്ടികൾക്കറിയില്ല ഇത് അവരെ തന്നെ സെക്ഷലി അവർ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നിന്ന് കൊടുക്കുകയാണെന്ന് പോലും ഈ കുട്ടികൾക്ക് അറിയില്ല. അതുകൊണ്ട് പ്രോപ്പറായിട്ട്, വീണ്ടും ഞാൻ പറയുന്നത്, ഏജ് ആയിട്ടുള്ള നോളജ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല റിസർച്ചും സ്റ്റഡീസും പ്രൂവ് ചെയ്യുന്ന മറ്റൊരു കാര്യമുണ്ട്. കുട്ടികളിൽ നന്നായി സെക്സ് എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സെക്ഷൽ നോളജ് കിട്ടിയിട്ടുള്ള കുട്ടികൾ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകളിൽ ചെന്ന് ചാടുന്നതിൻ്റെ എണ്ണം വളരെ ക്രമാതീതമായ തോതിൽ കുറവാണ്. മാത്രമല്ല അവരുടെ ഫസ്റ്റ് സെക്ഷൽ ഇൻ്റർകോഴ്സ് പോലും പ്രൊലോങ്ഡ്. ഓക്കെ, അവർ പെട്ടെന്ന് അതിലേക്ക് എടുത്ത് ചാടുകയോ മറ്റോ അങ്ങനെയൊന്നും ഇവർ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുട്ടികളുടെ അടുത്ത് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ വക കാര്യങ്ങളെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുക, അതിന് മടി കാണിക്കാതിരിക്കുക. ഇനി ലാസ്റ്റ് ബട്ട് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അഗൈൻ ഈ അടുത്ത് ഞാനൊരു പാരൻ്റായിട്ട് സംസാരിക്കുമ്പോൾ, ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ ഒരു പാരൻ്റ് പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ കുട്ടിക്കെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, പ്രത്യേകം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അതായത് സ്ട്രേഞ്ചേഴ്സിന് ഉമ്മ കൊടുക്കരുത്, ഹഗ്ഗൊന്നും ചെയ്യാൻ പാടില്ല, പക്ഷേ റിലേറ്റീവ്സ്, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ക്ലോസ് സർക്കിളിൽ നീ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല, അവർക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്തോ ഇപ്പോൾ ചോദിച്ചാലും പ്രശ്നമില്ല എന്നുള്ളത്. യുനോ ദിസ് ഈസ് റോങ് ഓൺ മെനി ലെവൽസ്. ഞാൻ ആദ്യം തന്നെ ചോദിക്കട്ടെ, ഹൂ ആർ ദ സെക്ഷൽ പെർപെട്രേറ്റേഴ്സ്? ഇത്തരത്തിൽ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത് ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വണ്ടി പിടിച്ച് ഇവിടുന്ന് ഒരു സ്ട്രേഞ്ചർ വീട്ടിൽ അതിക്രമിച്ച് കയറി നമ്മുടെ കുട്ടികളെ ആക്രമിക്കുന്നു, നമ്മളാരും അറിയുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല. ഈ ഒരു കല്യാണിയുടെ കേസിലെടുക്കുക, സ്വന്തം അച്ഛൻ്റെ സഹോദരനാണ് ഇത് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഏത് ഇങ്ങനത്തെ കേസസിലെടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഈ കുട്ടിയുമായി ചുറ്റി ബന്ധം ഉള്ള ഏതെങ്കിലും അടുത്തൊരാളാണ് പലപ്പോഴും നമ്മുടെ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ദേ ആർ എക്സാക്ട്ലി ലൈക്ക് ദാറ്റ്. അവർ വളരെ ട്രസ്റ്റ് വർത്തി ആയിരിക്കും, പാരൻസിനോട് അടുപ്പുള്ളവരായിരിക്കും, നമുക്കെല്ലാം അറിയാവുന്ന വളരെ സൽസ്വഭാവമുള്ള നല്ല കുട്ടികളെ സ്നേഹിക്കുന്ന നല്ല മനുഷ്യരായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഇത് എങ്ങനെ തിരിച്ച് അറിവ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും? നമ്മൾ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒറ്റൊരു കാര്യമാണ്, ഇതിൽ സ്ട്രേഞ്ചർ, റിലേറ്റീവ്, ഫ്രണ്ട് എന്നൊന്നുമില്ല. ഒരു കുട്ടീനെ ഫോഴ്സ് ചെയ്ത് ആരെയും ഹഗ് ചെയ്യാനോ കിസ് ചെയ്യാനോ സമ്മതിക്കാതിരിക്കാം. ഇപ്പോൾ പലപ്പോഴും ഒരു ഫാമിലി ഗ്യാതറിംഗ് ഒക്കെ മോനൊരു ഉമ്മ താടാന്ന് പറയുമ്പോൾ കുട്ടി അറിയും വേണ്ടാന്ന്. ഉടനെ നമ്മൾ പറയേണ്ട, അപ്പോൾ ഉമ്മ കൊടുക്കടാ, അപ്പം അപ്പനല്ലേ ചോദിക്കുന്നത്, അമ്മമ്മയല്ലേ ചോദിക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്ത് പറയാം, ഇതെല്ലാം നമ്മൾ ഒരു വേറെ ആംഗിളിൽ നിന്നിട്ട് വേണം മനസ്സിലാക്കാൻ. നമ്മളിപ്പോൾ ചിന്തിക്കുന്ന അതേ ലെവലിൽ നിന്ന് ഒരു അപ്പാപ്പനൊക്കെ ഉമ്മ കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ എന്താ നമ്മുടെ മുന്നിൽ വെച്ചല്ലേ ഉമ്മ കൊടുക്കണേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് മാറി ചിന്തിക്കുക. ഞാൻ പറയുന്നത് ഏത് ലെവലിലാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ ഫസ്റ്റത്തെ ഞാൻ പോയിന്റ് പറഞ്ഞില്ലേ, ഒരു കുട്ടിയുടെ ബോഡി ഓട്ടോണോമി ആ കുട്ടിക്ക് എന്താണെന്ന് അറിയണം എന്നുള്ള പോലെയാണ്. അവന് ഉമ്മ കൊടുക്കണോ വേണ്ടോ എന്നുള്ളത് അവൻ തീരുമാനിച്ചോളും, ആ കുട്ടി തീരുമാനിച്ചോളും. ആ കുട്ടി ഇപ്പോൾ പറയുകയാണ് എനിക്ക് ഉമ്മ കൊടുക്കണ്ട, എനിക്ക് ഹഗ് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ ഒരിക്കലും അവന് ഫോഴ്സ് ചെയ്യാതിരിക്കുക. നിങ്ങളങ്ങനെ ഫോഴ്സ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളാണ്. എന്താണെന്നറിയോ? ആദ്യത്തെ കാര്യം, അവൻ്റെ അഭിപ്രായത്തിനോ അവൻ്റെ ഇഷ്ടത്തിനോ അവിടെ ഒരു വിലയില്ല. അപ്പം തന്നെ ആ നോ എന്നുള്ള കൺസെപ്റ്റ് അവിടെ പോയി. പോയിന്റ് നമ്പർ 2, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എല്ലാവരും ഹാപ്പി ആവും, അല്ലേ? ഞാനൊന്ന് പോയി ഉമ്മ വെച്ചാൽ, ഞാനൊന്ന് പോയി ഹഗ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ആർ ഹാപ്പി. അപ്പം തന്നെ എല്ലാവരും കൈയടിച്ചു, ആ പാപ്പൻ്റെ മോൻ, അമ്മമ്മയുടെ മോൻ എന്നൊക്കെ നമ്മൾ പറയുന്നു. നമ്മളറിയാതെ തന്നെ പീപ്പിൾ പ്ലീസേഴ്സ് എന്ന ഒരു പേഴ്സണാലിറ്റീനെ ആ കുട്ടിയിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഒരുപാട് പേര് ഈ ഒരു പേഴ്സണാലിറ്റി കാരണം ബുദ്ധിമുട്ടുന്നുണ്ട്. വി ആർ ഓൾ പീപ്പിൾ പ്ലീസേഴ്സ്, വൺ ഓർ ദി അതർ വേ. അതെല്ലാം സംഭവിക്കുന്ന ഈ ചെറിയ കാലഘട്ടത്തിൽ, ചെറുപ്പം കാലഘട്ടത്തിൽ നമുക്കുണ്ടാകുന്ന ഇങ്ങനത്തെ ഇൻസ്റ്റൻസസിലൂടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി സെക്ഷൽ പെർപെട്രേറ്റേഴ്സ് ആർ എവ്രിവെയർ. അതുകൊണ്ട് കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കുക, നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ അത് ചെയ്യണ്ട.
എന്നുള്ള കാര്യം. അത് റിലേറ്റീവ് ആണെങ്കിലും ശരി, ആര് തന്നെയാണെങ്കിലും ശരി, ഓൺലി ഇഫ് ദ ചൈൽഡ് ഫീൽസ് ഇറ്റ് ഡീപ്പ് ഇൻസൈഡ് ടു ഷോ ആൻ എഫെക്ഷൻ, ലെറ്റ് ഇറ്റ് ബി എ കിസ് ഓർ എ ഹഗ് ഓർ എനിത്തിങ്, ഡു നോട്ട് ഫോഴ്സ് എ ചൈൽഡ് അൺലെസ് ആൻഡ് അൺടിൽ ഷീ ഫീൽസ് ഇറ്റ് ഫ്രം ഇൻസൈഡ്. അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് പവർ ഫോർ ദ ചൈൽഡ്. ആസ് എ പേരൻറ്റ് ഇതൊക്കെയാണ് നമ്മൾ കുട്ടീനെ പഠിപ്പിച്ച് കൊടുക്കേണ്ട കാര്യങ്ങൾ. ഇതിലൊന്നും നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ഈ ബെസ്റ്റ് പാരൻ്റ് അവാർഡൊന്നും ആരും കൊണ്ടുതരാൻ പോകുന്നില്ല. അല്ലെങ്കിൽ കുട്ടീനെ പീപ്പിൾ പ്ലീസറാക്കി വളർത്തിയിട്ടൊന്നും നമുക്ക് യാതൊരു ഉപകാരവുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കുറച്ചെങ്കിലും നമ്മുടെ മക്കളിൽ തന്നെ വലിയൊരു പവർ ഉണ്ടായിരിക്കും. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, വൺ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ, എനിക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇങ്ങനത്തെ ഉണ്ടെങ്കിൽ കം ടു മീ, യു ക്യാൻ കം ടു മീ, ഐ എം ഹിയർ. കുട്ടികളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയുക, അമ്മയുടെ അടുത്ത് തുറന്ന് പറയാനായിട്ട്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞ മാതിരി ഇത്രയും പോയിൻറ്റ്സ്, ഒരു 5-6 പോയിൻറ്റ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ വാലിഡാണ് ഈ ഒരു സാഹചര്യത്തിൽ എന്ന് എനിക്ക് തോന്നി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരുപാട് ലേയേഴ്സ് ഇതിനുണ്ട്. നമ്മളിപ്പോൾ കൺസെൻറ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടില്ല. ദർ ഇസ് സംതിങ് കോൾഡ് ഇൻഫോംഡ് കൺസെൻറ്റ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, അത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. ഇഫ് യു വോണ്ട് എ പാർട്ട് 2 ഐ ക്യാൻ ഡു ദാറ്റ് ഓൺ ഓൾ ദീസ് ലെവൽസ്. പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക്, ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ കോഴ്സ് എടുത്തിട്ടുള്ള കോഴ്സ് ഇൻ ദ സെൻസ് ക്ലാസ് പഠിച്ചിട്ടുള്ള ആളാണ്, അറ്റൻഡ് ചെയ്തിട്ടുള്ളതാണ്. പഠിച്ചു എന്നുള്ളത് തെറ്റായൊരു ഇതാണ്, അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ നമുക്ക് അതിലൂടെയൊക്കെ ഒരുപാട് നോളജ് കിട്ടും. നിങ്ങൾ പ്രോപ്പറായിട്ട് വായിക്കുക, മനസ്സിലാക്കുക, ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക, എന്നിട്ടത് കുട്ടികളിൽ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഫീഡ് ചെയ്തെന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ശരിയാവണം എന്നുള്ളതില്ല. മാത്രമല്ല അതെല്ലാം ഇപ്പോഴത്തെ കാലഘട്ടത്തിനോട് അപ്ഡേറ്റഡ് ആവണമെന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ചെയ്യുന്നൊരു കാര്യം, നമ്മൾ ആദ്യം നോളജബിൾ ഇനഫ് ആയിരിക്കുക, എന്നിട്ട് കുട്ടികളെ ആ ഒരു ലെവലിലേക്ക് ഉയർത്തുക എന്നുള്ളതാണ്. ഇൻസ്റ്റാഗ്രാമിലുള്ള മായാസ് അമ്മ അഥവാ സ്വാതി ജഗദീഷ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് റിസോഴ്സ് ഫോർ ദിസ്. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് ബി നോയിങ് ഓൾറെഡി. അപ്പോൾ പുള്ളിക്കാരുടെ ഒരുപാട് കോഴ്സസ് ഉണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ വളരെയധികം എൻലൈറ്റനിങ് ആണ്. ഞാൻ ഒരുപാട് കോഴ്സസ് ആളുടെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഐ ഫെൽറ്റ് ഇറ്റ് സോ എംപവറിങ്, വെരി മച്ച് എംപവറിങ്. പുള്ളിക്കാരിയുടെ തന്നെ യൂട്യൂബ് ചാനലും ഉണ്ട്, അതിലും ഒരുപാട് നോളജ് പുള്ളിക്കാരി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെയൊക്കെ നോളജ് കിട്ടണമെങ്കിൽ ആളുടെ യൂട്യൂബ് ചാനൽ നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്കാരിനെ ഫോളോ ചെയ്യുക, എന്നിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടോപ്പിക്. ഇത് ഉപകാരപ്രദമായിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.